ഹലോ, എല്ലാ കൂട്ടുകാർക്കും വിദ്യാ പ്ലസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കേട്ടോ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പത്താം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്ററായ അരിത്തമെറ്റിക് സീക്വൻസ് അല്ലെങ്കിൽ സമാന്തര ശ്രേണിയിലെ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ. അപ്പോൾ ഏതാണെന്ന് നോക്കിയാലോ. അപ്പോൾ ക്വസ്റ്റ്യൻ ഏതാണ്, എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് പെട്ടെന്ന് നോക്കി പോകാം അല്ലേ. ഒന്ന് ശ്രദ്ധിച്ചേട്ടാ. ക്വസ്റ്റ്യൻ ഏതാണ്? ഒരു സമാന്തര ശ്രേണിയുടെ മൂന്നാമത്തെ പദം 16 അപ്പോൾ ആ കൂടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് എഴുതി പോവാം കേട്ടോ. അപ്പോൾ x3 എന്ന് പറയുന്നത് എത്രയാണ്? x3 എന്ന് പറയുന്നത് 16 കേട്ടോ. x3 എന്ന് പറയുന്നത് എത്രയാണ്? 16. ഇനി നെക്സ്റ്റ് അടുത്തത് എന്താ പറഞ്ഞേക്കുന്നത്? അടുത്തത് 21ാമത്തെ പദം 124. 21ാമത്തെ പദം എന്ന് പറയുന്നത് എത്രയാണ്? 124. ഫസ്റ്റ് നമ്മളോട് ചോദിച്ചേക്കുന്നത് ഈ ശ്രേണിയുടെ പൊതുവ്യത്യാസം അല്ലെങ്കിൽ ഡി അല്ലെങ്കിൽ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുക. പൊതുവ്യത്യാസം അല്ലെങ്കിൽ എന്താ കണ്ടുപിടിക്കേണ്ടത്? ഡി ആണ് കണ്ടുപിടിക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഡി കണ്ടുപിടിക്കാൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു. എങ്ങനെയായിരുന്നു? ആദ്യം വലിയൊരു വര വരയ്ക്കുക, 2 മൈനസ് കൊടുക്കുക. ഇനി നെക്സ്റ്റ് അടുത്ത് എന്തായിരുന്നു? ഇവിടെ ഏതാ വലിയ സംഖ്യ എന്ന് നോക്കുക അല്ലേ. 124 വലിയ സംഖ്യ അല്ലേ. ഏതാണ് വലിയ സംഖ്യ എന്ന് പറയുന്നത്? 124 അല്ലേ. അപ്പോൾ മുകളിൽ എത്ര എഴുതുക? 124 എഴുതുക. താഴെ 124 എത്രാമത്തെ ടേമാണെന്നാണ് പറഞ്ഞേക്കുന്നത്? 21ാമത്തെ ടേം എന്നാണ് പറഞ്ഞേക്കുന്നത് അല്ലേ. എത്രാമത്തെ ടേമാണ്? 21. നെക്സ്റ്റ് അടുത്ത സംഖ്യ എത്രയാണ്? 16. 16 എത്രാമത്തെ ടേം എന്നാണ് പറഞ്ഞേക്കുന്നത്? 3ാമത്തെ ടേമാണ് അല്ലേ. 16 എന്ന് പറയുന്നത് എത്രാമത്തെ ടേമാണ്? 3ാമത്തെ ടേമാണ്. നെക്സ്റ്റ് നോക്കിക്കേ, 124 നിന്ന് 16 മൈനസ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 108 എന്ന് കിട്ടും അല്ലേ. എത്ര കിട്ടുന്നത്? 108. ഇനി 21 നിന്ന് 3 മൈനസ് ചെയ്താൽ എത്ര കിട്ടുന്നത്? 18 എന്നാണ് കിട്ടുന്നത് അല്ലേ. എത്ര കിട്ടുന്നത്? 18. അപ്പം 108 18 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് ആൻസർ എത്ര കിട്ടും? 6 എന്ന ആൻസർ കിട്ടും കേട്ടോ. എത്ര ആൻസർ കിട്ടുന്നത്? 6. അപ്പോൾ നമ്മുടെ പൊതുവ്യത്യാസം അല്ലെങ്കിൽ ശ്രേണിയുടെ പൊതുവ്യത്യാസം എന്ന് പറയുന്നത് എത്രയാണ്? 6 കേട്ടോ. ശ്രേണിയുടെ പൊതുവ്യത്യാസം എന്ന് പറയുന്നത് എത്രയാണ്? 6. നെക്സ്റ്റ് ദിവസം നോക്കിക്കേ, ആദ്യ പദം കണ്ടുപിടിക്കുക അല്ലെങ്കിൽ ഫസ്റ്റ് ടേം കണ്ടുപിടിക്കുക. ആദ്യ പദം അല്ലെങ്കിൽ ഏതാ കണ്ടുപിടിക്കേണ്ടത്? ഫസ്റ്റ് ടേം അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഫൈൻഡ് ദ ഫസ്റ്റ് ടേം ഓഫ് ദ സീക്വൻസ്. ഒന്നാമത്തെ പദം കണ്ടുപിടിക്കുക. മൂന്നാമത്തെ ടേം എത്രയാണെന്ന് തന്നിട്ടുണ്ട്. മൂന്നാമത്തെ ടേം എന്ന് പറയുന്നത് 16 അല്ലേ. മൂന്നാമത്തെ ടേം എന്ന് പറയുന്നത് എത്രയാണ്? 16. ഇനി നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത് എത്രയാണ്? ഒന്നാമത്തെ ടേം കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത് അല്ലേ. അപ്പോൾ ഒന്നാമത്തെ ടേം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? മൂന്നാമത്തെ ടേമിൽ നിന്ന് പുറകോട്ടല്ലേ. 3ൽ നിന്ന് പുറകോട്ടാണ് 1 കിടക്കുന്നത് അല്ലേ. അതുകൊണ്ട് കുറയ്ക്കണമെന്ന് ആലോചിച്ചിരുന്നാൽ മതി കേട്ടോ. അല്ലെങ്കിൽ മൈനസ് ചെയ്യണം. അപ്പം 3ൽ നിന്ന് എന്ത് ചെയ്താൽ മതി? 2 പ്രാവശ്യം കോമൺ ഡിഫറൻസ് കുറച്ചാൽ മതി കേട്ടോ. മൂന്നാമത്തെ ടേം എത്രയാടാ? മൂന്നാമത്തെ ടേം 16 അല്ലേ. മൂന്നാമത്തെ ടേം എന്ന് പറയുന്നത് 16. അപ്പം നമ്മൾ കോമൺ ഡിഫറൻസ് അപ്പുറം കണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത്? 2 ഇൻറ്റു ഡിക്ക് പകരം എത്ര കൊടുക്കുക? 6 കൊടുക്കുക അല്ലേ. അപ്പോൾ എത്ര വരും? 16 മൈനസ് 2 ഇൻറ്റു 6 എന്ന് പറയുന്നത് 12 അല്ലേ. അപ്പോൾ ആൻസർ എത്ര കിട്ടുന്നത്? 12 അപ്പോൾ എത്ര കിട്ടും? 4 എന്ന് കിട്ടും അല്ലേ. 16ൽ നിന്ന് 12 മൈനസ് ചെയ്താൽ എത്രയാണ്? 4 എന്ന് നമുക്ക് ആൻസർ കിട്ടും. കുറച്ച് കാണിക്കേണ്ട എന്ന് വിചാരിക്കുന്നു കേട്ടോ. നെക്സ്റ്റ് അടുത്ത് നോക്കിക്കേ, വാട്ട് ഈസ് ദ പൊസിഷൻ ഓഫ് 218 ഇൻ ദ സീക്വൻസ്. 280 ഈ ശ്രേണിയിലെ എത്രാമത്തെ പദമാണ് എന്നാണ് ചോദിച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ കണ്ടുപിടിച്ചാലോ? എത്രാമത്തെ പദമാണ് എന്ന് കണ്ടുപിടിച്ചാലോ? അപ്പോൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? എത്രാമത്തെ പദമാണെന്ന് കണ്ടുപിടിക്കാൻ എളുപ്പമാണ് അല്ലേ. അത് നമ്മുടെ ഇക്വേഷൻ പറഞ്ഞു. എത്രാമത്തെ പദമാണെന്ന് കണ്ടുപിടിക്കുന്നത് മുന്നേ തന്നെ നമുക്കിതിൻ്റെ എന്ത് കണ്ടുപിടിക്കാം? ബീജഗണിത രൂപം ഒന്ന് ജസ്റ്റ് കണ്ടുപിടിക്കുക കേട്ടോ. അപ്പോൾ ഏതാണ് ഈ ബീജഗണിത രൂപം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ? ഏതാണ്? xn = dn പ്ലസ് ഏതാണ്? f മൈനസ് d ആണ് അല്ലേ. dn പ്ലസ് ഏതാണ്? f മൈനസ് d ആണ്. ആദ്യം സൈഡിലൊരു വര വരയ്ക്കുക. ഡി എത്രയാണ്? നമ്മൾ നേരത്തെ കണ്ടുവച്ചിട്ടുണ്ട്, 6 അല്ലേ. ഡി എന്ന് പറയുന്നത് എത്രയാണ്? 6. എഫ് എന്ന് പറയുന്നത് എത്രയാണ്? 4 അല്ലേ. എഫ് എന്ന് പറയുന്നത് എത്രയാണ്? 4. ഡിക്ക് പകരം നമ്മൾ എത്ര കൊടുക്കേണ്ടത്? 6 കൊടുക്കുക. പിന്നെ എന്നിൻ്റെ പകരം എന്ത് ചെയ്യണം? 1 കൊടുക്കേണ്ട അല്ലേ. ബീജഗണിത രൂപം അല്ലെങ്കിൽ ഓൾജിബ്ര ഫോം കാണുമ്പോൾ എന്നിൻ്റെ പകരം നമ്മൾ എന്ത് കൊടുക്കേണ്ട? ഒരു സാധനവും അവിടെ കൊടുക്കേണ്ടതില്ല. നെക്സ്റ്റ് അടുത്തത് പ്ലസ് അതുപോലെ ഇറക്കി എഴുതുക. എഫ് എന്ന് പറയുന്നത് എത്രയാണ്? 4 മൈനസ് ഡി എന്ന് പറയുന്നത് എത്രയാണ്? 6 എന്ന് വരും അല്ലേ. നെക്സ്റ്റ് അടുത്ത സ്റ്റെപ്പ് എന്താ വരുന്നത്? 6n പ്ലസ് 4ൽ നിന്ന് 6 കുറച്ചാൽ എത്രയാണ്? -2 അല്ലേ. അപ്പോൾ നെക്സ്റ്റ് അടുത്ത് എങ്ങനെ വരുന്നത്? 6n പ്ലസും മൈനസും വരുമ്പോൾ അതെന്തായിട്ട് മാറും? -2 ആയിട്ട് മാറും അല്ലേ. ഓക്കെ, അപ്പോൾ ഇത്രയും കണ്ടവിടെ വെക്കുക. ഇനി നമ്മളോട് പറഞ്ഞേക്കുന്നത് 280 ഇതിൽ എത്രാമത്തെ പദമാണ് എന്ന് ചെക്ക് ചെയ്യാനാണ് കേട്ടോ. അപ്പം ജസ്റ്റ് ഞാനിതൊന്ന് റിമൂവ് ചെയ്യണേ. ഓക്കെ, അപ്പോൾ എങ്ങനെ വരും? നമ്മൾ ബീജഗണിത രൂപം എത്രയാണെന്ന് പറഞ്ഞു നോക്കിക്കേ. 6n -2 ആണ് അല്ലേ. 6n എത്രയാണ്? -2. ഇത് എത്രാമത്തെ പദമാണെന്ന് കണ്ടുപിടിക്കാൻ = എത്ര കൊടുത്താൽ മതി? 280 കൊടുത്താൽ മതി അല്ലേ. = എത്ര കൊടുത്താൽ മതി? 280 കൊടുത്താൽ മതി. ഇനി -2 സമത്തിൻ്റെ അപ്പുറത്തോട്ട് കൊണ്ടുപോകും. അപ്പോൾ എന്തായിട്ട് മാറും? ഇവിടെ 6n ഒറ്റയ്ക്കായിട്ട് മാറും. 280 അപ്പുറം കിടക്കും. പിന്നെ -2 ആണ് അല്ലേ. എന്താണ്? -2 =ൻ്റെ അപ്പുറത്ത് പോകുമ്പോൾ എന്തായിട്ട് മാറും? +2 ആയിട്ട് മാറും അല്ലേ. അപ്പോൾ 6n = നമുക്ക് എത്ര കിട്ടും? 282 എന്ന് കിട്ടും
കിട്ടും. ദെർഫോർ ആരെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? n ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? ദെർഫോർ ആരെ കണ്ടുപിടിക്കേണ്ടത്? n. അപ്പോൾ n എത്ര വരുന്നത്? 282 ഡിവൈഡഡ് ബൈ എന്നിൻ്റെ കൂടെയുള്ള സംഖ്യ എത്രയാണ്? 6 ആണ് അല്ലേ? ഡിവൈഡഡ് ബൈ 6 എന്ന് വരും. അപ്പോൾ എത്ര കിട്ടുന്നത്? 47 ആണ്. അപ്പോൾ എക്സ് 47 അല്ലെങ്കിൽ 47ാമത്തെ പദമാണ് ആര്? 280 എന്ന് പറയുന്നത് കേട്ടോ. 47ാമത്തെ പദമാണ് 280 എന്ന് പറയുന്നത്. ഓക്കെ, സിമ്പിൾ അല്ലേ? നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റിനിലോട്ട് പോയാലോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഒരു സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം 3n-2 ആണ്. സമാന്തര ശ്രേണിയുടെ ആദ്യ പദം കണക്കാക്കുക. എങ്ങനെ കണക്കാക്കുന്നതെന്ന് പറഞ്ഞേ? എൻ്റെ സ്ഥാനത്ത് എത്ര കൊടുത്താൽ മതി? 1 കൊടുത്താൽ മതി അല്ലേ? എൻ്റെ സ്ഥാനത്ത് എത്ര കൊടുത്താൽ മതി? 1. അപ്പോൾ 3 × 1 - 2 എന്ന് വരും അല്ലേ? 3 × 1 എന്ന് പറയുന്നത് എത്രയാണ്? 3 ആണ്. -2 കൊടുക്കുക. അപ്പോൾ ആൻസർ എത്ര വരുന്നത്? 1 എന്ന് വരും അല്ലേ? ആൻസർ എത്ര വരുന്നത്? 1. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ആദ്യത്തെ 50 പദങ്ങളുടെ തുക കാണുക. ആദ്യത്തെ എത്ര പദങ്ങളുടെ തുകയാണ്? 50 പദങ്ങളുടെ. അപ്പോൾ 50 പദങ്ങളുടെ തുക അല്ലെങ്കിൽ 50 ഫൈൻഡ് ദ സം ഓഫ് ദ ഫസ്റ്റ് 15 ടേംസ് എന്നാണ് പറയുന്നത് അല്ലേ? അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് പറഞ്ഞു നോക്കിക്കേ. എങ്ങനെയാണ്? അപ്പം ആദ്യം നമുക്ക് 50ാമത്തെ പദം കണ്ടുപിടിക്കുക കേട്ടോ. അല്ലെങ്കിൽ 50ാമത്തെ എന്താണ് ടേം എത്രയാണെന്ന് കണ്ടുപിടിക്കാം. നമ്മുടെ ബീജഗണിത രൂപം എന്താ പറഞ്ഞേക്കുന്നത്? 3n - 2 ആണ് അല്ലേ? അപ്പോൾ എന്നിൻ്റെ സ്ഥാനത്ത് എത്ര കൊടുത്താൽ മതി? 50 എന്ന് കൊടുത്താൽ മതി. എന്നിൻ്റെ സ്ഥാനത്ത് എത്ര കൊടുത്താൽ മതി? 50 എന്ന് കൊടുത്താൽ മതി അല്ലേ? അപ്പോൾ 3 × n സ്ഥാനത്ത് 50 എന്ന് കൊടുത്തു. മൈനസ് എത്ര വന്നു? 2 വന്നു അല്ലേ? 3 × 50 എന്ന് പറയുന്നത് എത്രയാണ്? 3 × 50 150 ആണ് അല്ലേ? 3 × 5 ഓക്കെ, 150 മൈനസ് എത്ര വരും? 2 എന്ന് വരും അല്ലേ? അപ്പോൾ എത്ര കിട്ടുന്നത്? 148 എന്ന് കിട്ടി. ഇനി നമുക്ക് എന്താ കാണേണ്ടത്? 50 പദങ്ങളുടെ തുക അല്ലെങ്കിൽ സം ഓഫ് 15 ടേംസ് എന്നാണ് പറഞ്ഞേക്കുന്നത് അല്ലേ? എങ്ങനെ വരുന്നത്? S15 എന്ന് കൊടുക്കുക. ഇക്വേഷൻ എന്താണ്? n/2 ആദ്യ പദം അല്ലേ? ആദ്യ പദത്തിന് നമ്മൾ എന്ത് കൊടുത്തു? x1 എന്ന് കൊടുത്തു. x1 പ്ലസ് ലാസ്റ്റ് ടൈം ഏതാണ്? xn അല്ലെങ്കിൽ അവസാന പദം എന്ന് കൊടുക്കുക കേട്ടോ. അപ്പോൾ എങ്ങനെ വരും? n എന്ന് പറയുന്നത് എത്രയാടാ? എൻ്റെ സ്ഥാനത്ത് നമ്മൾ എത്ര കൊടുക്കേണ്ടത്? 50 എന്ന് കൊടുക്കുക. 50/2 ഇൻറ്റു x1 എന്ന് പറയുന്നത് എത്രയാണ്? നമ്മൾ കണ്ടുവച്ചിട്ടുണ്ടല്ലോ. x1 എന്ന് പറയുന്നത് എത്രയാണ്? 1 ആണ് അല്ലേ? 1 പ്ലസ് xn എന്ന് പറയുന്നത് എത്രയാണ്? xn എന്ന് പറയുന്നത് എത്രയാണ്? x 50 ആണ് അല്ലേ? അപ്പോൾ x 50ന് നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട് എത്രയാണ്? 148. അപ്പോൾ 148 എന്ന് എഴുതുക കേട്ടോ. ഓക്കെ, 148 എന്ന് എഴുതുക. റെഡിയാണോ? അപ്പോൾ 50 ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുന്നത് 25 ആണ് അല്ലേ? ഇനി 25 × 1 + 148 എത്രയാടാ? 149 ആണ്. ഈ സീക്വൽ എത്ര വരും? 3725 എന്ന് പറയും കേട്ടോ. രണ്ടോട് ഗുണിച്ച് കഴിഞ്ഞാൽ എത്ര കിട്ടും? 3725 എന്നാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഇതെന്ത് ചെയ്യുക? നന്നായിട്ട് ചെയ്ത് പഠിക്കുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ ഇത് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യലുണ്ട്? കാണലുണ്ട് കേട്ടോ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ പാറ്റേൺ തന്നെയാണ് വരല്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇത് കാണലുണ്ട്. സോ ഇതെന്ത് ചെയ്യുക? നന്നായിട്ട് ചെയ്ത് പഠിക്കുക. ഓക്കെ, താങ്ക് യു.